നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ധീരതയായി രാജ്യത്തിന് അഭിമാനമായി മാറുകയാണ് എയർ ഇന്ത്യ. വീണ്ടും ഒരു തിരിച്ചുവരവ് വീണ്ടെടുത്ത് 10 ഇരട്ടി ബലത്തോടെ അവർ എത്തി. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നമ്മുടെ എയർ ഇന്ത്യ തിളങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ വീശിയടിച്ച യൂനിസ് കൊടുങ്കാറ്റിനിടെ യാത്രക്കാരുമായി ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ ഇറങ്ങിയ എയർ ഇന്ത്യ വിമാനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. പ്രതികൂല സാഹചര്യത്തിലും എയർ ഇന്ത്യ പൈലറ്റിന്റെ മനോധൈര്യവും യാത്രക്കാരോടുള്ള കരുതലുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വിമാനത്തിന് സുരക്ഷിതമായി ഇറങ്ങാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക കൃത്യമായി പങ്കുവെക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന വീഡിയോ. വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിനെ വളരെ സാരമായി ബാധിച്ചിരിക്കുകയാണ് യൂനിസ് കൊടുങ്കാറ്റ്. ഈ മേഖലയിലേക്കുള്ള 100 കണക്കിന് വിമാന സർവീസുകളാണ് കനത്ത കാറ്റിനെ തുടർന്ന് റദ്ദാക്കിയത്. ഇതിനിടയ്ക്കാണ് എയർ ഇന്ത്യയുടെ സുരക്ഷിത ലാൻഡിംഗ് ചർച്ചയാകുന്നത്. എയർ ഇന്ത്യ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ ആയിരക്കണക്കിന് പേരാണ് ലൈവായി കണ്ടത്. വിമാനത്തിന് കൊടുങ്കാറ്റ് മൂലം നേരിടേണ്ടി വരുന്ന വെല്ലുവിളിയും കാറ്റിൽ ആടിയുലയാതെ വിമാനത്തെ സ്ഥിരതയോടെ നിർത്താൻ പൈലറ്റുമാർ ചെയ്യേണ്ടി വരുന്ന പരിശ്രമങ്ങളെക്കുറിച്ചും ലൈവ് സ്ട്രീമിങ്ങിനിടെ വിശദമാക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു എയർ ഇന്ത്യ വിമാനത്തിന്റെ അതിസാഹസിക ലാൻഡിംഗ്. ഹൈദരാബാദിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ എയർക്രാഫ്റ്റ് 147 വിമാനത്തിന്റെ ലാൻഡിംഗ് ദൃശ്യങ്ങളാണ് വൈറലായി മാറുന്നത്. വിമാനത്തിന്റെ ക്യാപ്റ്റൻ അൻഷിത് ഭരദ്വാജ് ആണെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഗോവയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ 145 വിമാനം സമാനമായ വെല്ലുവിളികളെ അതിജീവിച്ച് സുരക്ഷിതമായി ഹീത്രൂവിൽ ലാൻഡ് ചെയ്തിരുന്നു. ആദിത്യ റാവു ആയിരുന്നു ഈ വിമാനത്തിന്റെ ക്യാപ്റ്റൻ. വളരെയധികം കഴിവുള്ള ഇന്ത്യൻ പൈലറ്റുമാരെയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് ലൈവ് സ്ട്രീമിംഗിൽ വിമാനത്തിന്റെ ലാൻഡിങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. നിലവിൽ യൂറോപ്പിനെ വലയ്ക്കുന്ന യൂനിസ് കൊടുങ്കാറ്റിൽ ഇതിനോടകം 16 പേരാണ് കൊല്ലപ്പെട്ടത്. ബ്രിട്ടൻ, അയർലാൻഡ്, നെതർലാൻഡ്, ബെൽജിയം, ജർമ്മനി, പോളണ്ട് എന്നിവിടങ്ങളെയും കൊടുങ്കാറ്റ് സാരമായി ബാധിച്ചിട്ടുണ്ട്. ഹീത്രൂവിൽ നിന്നും ഗാറ്റ്വിക്കിൽ നിന്നും ആംസ്റ്റർഡാമിൽ നിന്നും അടക്കമുള്ള വിമാന ഗതാഗതത്തെയും കൊടുങ്കാറ്റ് സാരമായി ബാധിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.